ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാജിക് കുക്ക് ബുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ബിണ്ടി മസാലയാണ്. വെണ്ടക്ക കൊണ്ട് ഒരു മസാല. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ടച്ച് വരുന്ന ഒരു ബിണ്ടി മസാല അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നല്ല ചട്ടിയിൽ ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. ചൂടായ ഓയിൽ അതിനകത്തേക്ക് വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് വാഷ് ചെയ്തെടുക്കുക. അത് പയ്യെ നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പയ്യെ നമുക്ക് ഓയിലിലേക്ക് ഇടാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ എടുത്തു മാറ്റുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആവണം. ആ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ക്യൂബ്സായി കട്ട് ചെയ്ത ഒനിയൻ നമ്മൾ അതേമാതിരി നമ്മൾ ഫ്രൈ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഓയിലിലേക്ക്, ചൂട് ഓയിലിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അധികം നേരം ഓവർ കളറാക്കണ്ട. അതിന് മുമ്പ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഒനിയൻ ഒന്ന് ഇതായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ അടുത്തത് കുറച്ച് ടൊമാറ്റോ സൈഡ് മാത്രം കട്ട് ചെയ്തെന്ന് വെച്ചാൽ ഉള്ളിൽ സീഡ് ഇല്ലാണ്ട് സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് അതും ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് ചൂടായ ഓയിലിലേക്ക് ഇട്ട് പെട്ടെന്ന് എടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഒരു പാൻ ചൂടാക്കുന്നു. അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുകയാണ്, റിഫൈൻഡ് ഓയിൽ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ക്യൂബ്സായി കട്ട് ചെയ്ത ഒനിയൻ അതിനകത്തേക്ക് ഇട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിനൊരു ഗ്രേവി വേണം. അപ്പോൾ ഈ ഗ്രേവി എന്താ ചെയ്യണേ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് ഒനിയൻ ക്യൂബ്സായി കട്ട് ചെയ്ത് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് സോട്ടേജ് ചെയ്യുക. അത്യാവശ്യം ഒന്ന് ഒനിയൻ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. അപ്പോൾ ഒനിയൻ ഒരുവിധം വാടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇടുന്നത് ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ മെലൻ സീഡാണ്, മെലൻ സീഡ്. ഈ മെലൻ സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാഷ്യൂനട്ട്. കുറച്ച് കാഷ്യൂനട്ട് വേണമെങ്കിൽ കാഷ്യൂനട്ട് ഇടാം. ഇത് ഞാൻ മെലൻ സീഡ് ഉള്ളതുകൊണ്ട് മെലൻ സീഡ് ഇടുന്നു. അല്ലെങ്കിൽ പോപ്പി സീഡോ മെലൻ സീഡോ കാഷ്യൂനട്ടോ ഏത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സുലഭമായി കിട്ടുന്ന കാഷ്യൂനട്ടാണ്. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ഇട്ടാലും മതി. ഇത് മെലൻ സീഡ് എനിക്ക് കിട്ടിയതുകൊണ്ട് മെലൻ സീഡ് ഇടുന്നു. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മെലൻ സീഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്ന. മെലൻ സീഡ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കാഷ്യൂനട്ട്. അടുത്തത് കുറച്ച് ടൊമാറ്റോ ക്യൂബ്സായി കട്ട് ചെയ്ത ടൊമാറ്റോ അതും കൂടി ഇടുന്നു. അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് സോട്ടേജ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് സോട്ടേജ് ചെയ്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം വാടിയിട്ടുണ്ട്. ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ഫൈൻ പേസ്റ്റ് ആക്കണം. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മളത് പേസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ അടുത്തത് നമ്മുടെ സോസിന് റെഡിയായി. അപ്പോൾ നമുക്ക് അടുത്ത് കറി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒരു പാൻ എടുക്കുന്നു, അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് ആദ്യം തന്നെ ക്യുമിൻ സീഡ് ജീരകം ഇടുക.
കടുകിന് പകരം നമ്മൾ ജീരകമാണ് ഇതിനകത്ത് ഇടുക. അതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ചോപ്ഡ് ഗാർലിക് കുറച്ച്, ചോപ്പ് ഗാർലിക് ഒന്ന് ഇളക്കുക. ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ ചോപ്പ് ചെയ്ത ചോപ്ഡ് ഒനിയൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ചോപ്പ് ചെയ്ത ഒനിയനും നമ്മളൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതും ജസ്റ്റ് ഒന്ന് വാടി ഒരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് സോൾട്ട് ഇടുന്നു. പിന്നെ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇടുന്നു. ചോപ്പ് ചെയ്ത ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നമ്മൾ സോട്ട് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തു. അതിനകത്തേക്ക് കുറച്ച് കൊറിയാണ്ടർ പൗഡർ, നമ്മൾ ശകലം കൊറിയാണ്ടർ പൗഡർ, പിന്നെ ടേമറിക് പൗഡർ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് എല്ലാം കൂടി ഒനിയനും പിന്നെ മെലൻ സീഡും ടൊമാറ്റോയും എല്ലാം കൂടി സോട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്ത് പേസ്റ്റ് ചെയ്ത് ആ പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഗ്രേവി, ഇതാണ് തിക്നെസ് തരുന്നതും ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ തരുന്നതും. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിൻ്റെ ബെസ്റ്റ്, എന്നാലേ കളറും കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിക്കുക. ഞാൻ ഇത് ഗ്രേവി എടുത്ത ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ മിക്സ് ചെയ്യാണ്. വെള്ളം കുറച്ച് ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ തിക്നെസ് ആവശ്യത്തിന് നോക്കി എത്ര വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് ഗ്രേവി ആക്കിയെടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഏകദേശം ഒരു മക്നി ഗ്രേവി ടേസ്റ്റാണ് ഇതിന്. ഒരു മസാല നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കണതിന് സെയിം ഗ്രേവി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു പൊടിക്ക് ഷുഗറും കൂടി ഇട്ടു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ബിണ്ടി നമ്മൾ അതിനകത്തേക്ക് ഇടുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത ഒനിയനും ടൊമാറ്റോയും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇടുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിനകത്തേക്ക് കുറച്ച് ഒരു ശകലം ഹണി ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബട്ടർ ചിക്കൻ മാതിരിയൊക്കെ ആ മക്നി ഗ്രേവി ആ ഒരു ഫ്ലേവറാണ്. പക്ഷെ നല്ല കിഡിലൻ ഐറ്റമാണ്. എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക കൊണ്ട് ഇങ്ങനത്തെ ഒരു മസാല കറി, ഇങ്ങനത്തെ ഒരു കറി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ചപ്പാത്തിയുടെ കൂടിലൊക്കെ കിഡിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് നെയ്യ്, കുറച്ച് ഗീ, ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഗീ ഉണ്ടെങ്കിൽ ഞാൻ ഗീ ആണ് ആഡ് ചെയ്യുന്നത്. ഒരു ശകലം ഗീയും കൂടി ആഡ് ചെയ്തു. ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു കിഡിലനുമായിട്ടാണ് ഇത് ബിണ്ടി കൊണ്ട് ഒരു മസാല. ഇത് ചപ്പാത്തിയുടെ കൂടെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.
നല്ല ഫ്ലേവർ, നല്ല ഒരു ഇത് വരുന്നുണ്ട്. കാരണം ഗീയും എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ നമ്മുടെ ബിണ്ടി മസാല റെഡി. ഇതാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തി. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പിടി പിടിക്കാം. ഇതാ കഴിച്ചോ, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ താങ്ക് യു എവരി വൺ. വീണ്ടും കാണാം. ബൈ ബൈ.